ഒരു അൺബോക്സിങ് കം ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി അതിൻ്റെ റാപ്പൊക്കെ പിള്ളേർ അഴിച്ചു കളഞ്ഞതാണ്. എനിവേ ഐറ്റം ഇതാണ്, ഒരു ഡ്രോയിങ് കിറ്റാണ്. സോ ഇത് എനിക്ക് ഏട്ടൻ കൊണ്ടുവന്നതാണ്. ഏട്ടൻ, ചേച്ചി, ഫാമിലി അവർ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. എൻ്റെ ഡ്രോയിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ വലിയ വരക്കാരിയാന്നൊക്കെ പ്രഖ്യാപിച്ച് കൊണ്ട് തന്നതാണ്. എന്തായാലും അവർ പോകുന്നതിന് മുമ്പ്, അവർ തിരിച്ചു പോകുന്നതിന് മുമ്പിൽ ഈ സാധനം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതൊന്ന് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രോയിങ് ആണെങ്കിലും അല്ലെങ്കിൽ വരച്ച് എന്തെങ്കിലും സാധനം കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് തന്നാൽ അത് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, കംപ്ലീറ്റ് ആക്കാത്ത കുറേ ഐറ്റംസ്. അതായത് ഞാൻ ഈ ഡ്രോയിങ്സ് വരയ്ക്കുന്നത് ഒറ്റ ഇരിപ്പിന് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഡ്രോയിങ് തീർക്കുന്നില്ല. ഇന്നിപ്പോൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ഞാൻ എടുക്കാറുണ്ട്, അതിലും കൂടുതൽ എടുക്കാറുണ്ട്. ഒക്കെ എൻ്റെ മൂഡിനനുസരിച്ച്, പിന്നെ ടൈം, അങ്ങനെ ഒറ്റയിരിപ്പിന് വരയ്ക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരെ എല്ലാം കൂടി ആകുമ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഒരു ടൈം എടുത്ത് ഞാൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് കുറേ ബാക്കിയാക്കിയിട്ടുള്ള, അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഡ്രോയിങ്സ്, ബോട്ടിൽസ്, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും വെച്ചിട്ട് ചോദിക്കും, അത് വരച്ചോ, ഇത് കംപ്ലീറ്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അവൻ്റെ പരിപാടി. അത് കാരണം കൊണ്ടുവന്ന സാധനമല്ലേ എനിക്ക് വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് വരച്ചിട്ട് അവൻ പോകുന്നതിന് മുമ്പിൽ ഒരു ഇമേജ്, ഒരു ഡ്രോയിങ് എങ്കിലും വരച്ച് തീർക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതിൽ 3 ഐറ്റമാണുള്ളത്. ഒരു പെൻസിലിൻ്റെ കിറ്റ്, ഒരു കളർ കിറ്റ്, എൻ്റെ ഒരു ബുക്ക്, ഡ്രോയിങ് ബുക്ക്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം മറ്റേ കൂഷിൻ്റെ ഇത് വാട്ടർ കളർ പോലെ എനിക്ക് തോന്നിയത്, പക്ഷേ വാട്ടർ കളറല്ല, പെൻസിലാണ്. പെൻസിൽ എന്ന് പറയുമ്പോൾ കുറേ കളേഴ്സുള്ള പെൻസിലാണ്. ഇതിൻ്റെ കളേഴ്സ് ഇതിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറേ ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കളേർഡ് പെൻസിൽസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാട്ടർ വെറ്റ് ചെയ്തിട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക, റിച്ച് കിട്ടും, ഡീപ്പ് ടോൺസ് കിട്ടും. അങ്ങനെ കുറേ ഡിസ്ക്രിപ്ഷൻസ് എനിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയൊന്നുമില്ല. ഞാനും അങ്ങനെ പ്രൊഫഷണലായിട്ട് ഡ്രോയിങ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളെക്കുറിച്ചോ എനിക്ക് അറിയൊന്നുമില്ല. ഞാനൊരു റെഫറൻസ് ഇമേജ് എടുക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജോ എന്തെങ്കിലും ഡ്രോയിങ്സോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്ത് വെക്കും, എന്നിട്ട് ഞാനത് കോപ്പി ചെയ്ത് വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, പെയിൻറ്റിങ് ആണെങ്കിലും പെയിൻറ്റ്സ് ആണെങ്കിലും ഞാൻ അക്രിലിക് പെയിൻറ്റ്സും അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിനി വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് കൂടുതൽ അറിയുന്നവർക്ക് അറിയായിരിക്കും. എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്, വാട്ടർ കളർ പെൻസിൽ. എന്തായാലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇമേജ് എടുത്ത് വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ വലിയ ഇമേജൊന്നും അധികം വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ സിമ്പിളായിട്ടൊരു ഫ്ലവർ വരച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാം. செதற பதற உடுவன ஒதற அல்லலே அல்லடு ஊரும் பிளட் 10,000 ஆறாவ கொண்டு அச்சாடி நீ எத்தனையோ வர்த்தகலா பார்த்தா அத்தனையும் வர்த்தினிதா ஆக ஒன்னம் மிஞ்சினவ யாரும் இல்ல செஞ்சிரு வச்சு ஜஸ்ட் another person நீ பார்த்தா இச்சவலா ஹிஸ்டரிய கேட்டா மன்னனா வந்தனா ஊரலற கண்ணனா தொட்டனா
பார்த்துக்க நான் இங்க காத்திருக்கேன் நெஞ்சு ஏங்கிருக்க உன்னை பார்க்க வானத்தை தாண்டியும் வந்து என் காதலை காமிப்பேன் நான் അപ്പോൾ ഞാൻ ഡ്രോയിങ് ഫിനിഷ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിൾ ഫ്ലവറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഡബിൾ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ വരുന്നത് ചെയ്യുന്നത്. നോർമലി അക്രിലിക് കളേഴ്സ്, മറ്റേ ഡ്രോയിങ് പെൻസ് അങ്ങനത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ, പെൻസിൽ, അല്ലാതെ വാട്ടർ കളർ യൂസ് ചെയ്തില്ല. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ ഒരു വാട്ടർ കളറിൻ്റെ അതേ ഇത് തന്നെയാണ്, ഫോം തന്നെയാണ്. അപ്പോൾ അതിനേക്കാളും വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ് യൂസ് ചെയ്യാൻ. വാട്ടർ കളറാകുമ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ഇത് വരുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ പെൻസിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന അതേ ലെവലിൽ തന്നെ വരയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഞാൻ ഡിപ്പ് ചെയ്താണ് ഇങ്ങനെ വരച്ചേ. നമ്മൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ചെറിയൊരു പോർഷൻ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചെറിയൊരു ഇങ്ങനെ ഒരു പോർഷൻ വരച്ചാൽ അപ്പോൾ തന്നെ അതിൻ്റെ വെറ്റ്നെസ് പോകും. പിന്നെ വീണ്ടും അപ്പോൾ വെള്ളത്തിൽ മുക്കി അങ്ങനെ വരച്ചത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കുറവാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. സാധനം എനിക്കിഷ്ടമായി, കൊള്ളാം. പിന്നെ ഡ്രോയിങ് ഞാൻ ഫസ്റ്റ് ടൈം വരയ്ക്കുന്നതാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു ബ്രദർ ആൻഡ് ബാബിജി. പോകുന്നതിന് മുമ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഒരു ഐറ്റം മാത്രം അവർ ഇതുവരെ ചോദിച്ചില്ല. എന്തേ വരയ്ക്കാത്തേ, വരച്ചോ അല്ലെങ്കിൽ എന്തായി, ഒന്നും ചോദിച്ചില്ല. ഇതുവരെ ഞാൻ കാണിച്ച ഡ്രോയിങ്സും ബോട്ടിൽസും അതൊക്കെ മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല, ഇത് വരച്ചോ, ഇത് എങ്ങനെയുണ്ട്, അതൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. എന്തായാലും ചോദിക്കുന്നതിന് മുമ്പിൽ അങ്ങ് വരച്ച് കാണിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.